ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. 2 ബോക്സാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ബോക്സ് എടുക്കുമ്പോൾ രണ്ടും ഒരേ അളവിലുള്ള ബോക്സ് എടുക്കാതിരിക്കുക. ഒന്ന് വലുതും അതിൻ്റെ തൊട്ടടുത്ത് ചെറുതുമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് തരം ബോക്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ടീ പൗഡറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടാവല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ചെറിയ ബോക്സ് നിന്ന് നമുക്ക് വിൻഡോയും ഡോറും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ലേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന ബോക്സിൻ്റെ സൈസും വ്യത്യാസമായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ബോക്സിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് സ്കെയിൽ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യണേ. അതാകുമ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലയക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാമല്ലോ. അപ്പം ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഒട്ടിച്ചെടുക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലോണം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ഒട്ടിച്ചെന്ന്. ഇനി നമുക്ക് വലിയ ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലേക്ക് 2 കാർഡ്ബോർഡ് പീസ് വേണേ. ആ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്യുന്നതിനൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നും ഞാൻ പറയുന്നില്ലേ. അത് നമ്മളെ ബോക്സിനനുസരിച്ച് നമുക്ക് അളവെടുക്കാം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം വരുമ്പോൾ നമുക്കത് ചെരിച്ചിട്ടാട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മുകൾ ഭാഗം കണ്ടില്ലേ ചെരിച്ച് വരച്ചത്, അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വലിയ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിക്കുന്നത് കണ്ടല്ലോ, ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി നമുക്കൊന്ന് കവർ ചെയ്യണമല്ലോ. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എത്ര അളവ് വേണം നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് ഒട്ടിച്ചതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ തന്നെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനായിട്ട് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ 2 ബോക്സിനും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അളവ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോക്സിൻ്റെ അളവ് എത്രയാണോ അത് നോക്കി അളവെടുത്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. വരച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുമല്ലോ. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. 3 പീസ് ഒട്ടിച്ചെടുത്തല്ലോ. ഇനി ഈ ഒരു പീസിൻ്റെ മിഡിലായിട്ട് സർക്കിളോ സ്ക്വയറോ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സർക്കിളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടല്ലോ, 4 പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന പീസ് കട്ട് ചെയ്യുന്ന ഭാഗം എന്നോട് വീഡിയോ മിസ്സായിട്ടുണ്ട്. അതെങ്ങനെ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കുള്ള വീതിനെക്കാട്ടും നീളത്തിനേക്കാളും 1 ഇഞ്ച് അധികം എടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതെങ്ങനെയാണെന്ന്. ഇപ്പം നമ്മുടെ വീടിൻ്റെ ഏകദേശം 1 രൂപ ആയില്ലേ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട് കാർഡ്ബോർഡ് പീസ് തന്നെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ കൂടി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എല്ലാവരും കണ്ടല്ലോ എങ്ങനെ കട്ട് ചെയ്തതെന്ന്. ഇനി നമുക്കിതിനെ ഈ വീടിൻ്റെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിക്കുന്ന ഭാഗമൊന്നും ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ലേ, കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുക. എന്താണെന്ന് വെച്ചാൽ വീഡിയോ നല്ല ലെങ്ത്തായി പോകില്ലേ, പിന്നെ നിങ്ങൾക്ക് തന്നെ അതൊക്കെ കണ്ടിരിക്കും ബോറടിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒട്ടിക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടാട്ടോ ഒട്ടിക്കുന്നത്. നല്ല അടുപ്പിക്കേണ്ട, ചെറുതായിട്ടൊരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെയാണ് ഒട്ടിക്കേണ്ടത്. ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള ബോക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. നമ്മുടെ കയ്യിലുള്ള ഏത് തരം ബോക്സ് ആയാലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. വലിയ ബോക്സ് ആണെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയേ.
പിന്നെ ഇതിന് പെയിൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല, അതേപോലെ വലിയ ചിലവൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ അതൊക്കെ കണ്ടല്ലോ, ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ വിൻഡോ ഡോറൊന്നും അത്ര ലുക്കില്ലല്ലോ. നമുക്ക് അതും കൂടി ഒരു അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഭാഗത്ത് സർക്കിളായിരുന്നു കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അത് കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കുമ്പോൾ മോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ പോയതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതാണ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോം ഷീറ്റ് ഒട്ടിച്ചെടുക്കുകയാണ്. സിൽവർ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വീതി കുറച്ചാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഫോം ഷീറ്റിൽ സ്റ്റിക്കർ ഉള്ളത് കൊണ്ട് തന്നെ വേറെ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ ഡോറിനും വെച്ച് കൊടുക്കാം കേട്ടോ. ഒട്ടിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നതൊക്കെ ഫാസ്റ്റാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കായിട്ടില്ലേ? ഇനി നമുക്ക് ഈ ഹൗസിൻ്റെ പരിസരം ഒന്ന് റെഡിയാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹൗസിനേക്കാളും നീളവും വീതിയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ 3 വശവും നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്യുന്നത് നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് തന്നെ കേട്ടോ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ 3 ഭാഗം കവർ ചെയ്ത് ഒരു ഭാഗം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹൗസ് ഉണ്ടല്ലോ, അത് ഒന്ന് സെറ്റ് ചെയ്യുക. ബാക്കി എങ്ങനെയൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കല്ല് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഡോറിൻ്റെ ആ ഭാഗത്താണ്. പിന്നെ 2 മരങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്, പുൽച്ചെടി വെച്ച് കൊടുക്കുന്നുണ്ട്, കോഴിക്കുട്ടികളുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. മോൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഴിക്കുട്ടിയായിരുന്നു കേട്ടോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഭംഗി കൂട്ടാനായിട്ട് ആനനെയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സെറ്റ് ചെയ്യുന്നത് പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ സെറ്റ് ചെയ്യണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.